ഇനി നമ്മൾ വടകരയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും ജോഷില ചേരുന്നുണ്ട്. ജോഷില, കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. അവിടുത്തെ ഇപ്പോൾ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെ തയ്യാറെടുപ്പുകൾ ആദ്യഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാകുന്നു. എന്താണ് വിവരം? എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? പ്രിയ, വടകര മണ്ഡലം എണ്ണുന്നത് JDT-യിലാണ്. JDT-ക്ക് മുന്നിലാണുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൗണ്ടിംഗ് ഏജന്റുമാരും അതുപോലെ മറ്റുള്ള ആളുകളും ഈ പരിശോധനയ്ക്ക് വിധേയമായി, അതായത് ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ്. ഇവിടെ പരിശോധനയ്ക്ക് വിധേയമായ ശേഷം അങ്ങോട്ടേക്ക് കടന്നു പോകും. നേതാക്കളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വലിയൊരു നീണ്ട ക്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോസ്റ്റൽ വോട്ടുകൾ എണ്ണാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. BJP നേതാക്കളടക്കം ഇവിടെ എത്തിച്ചേർന്ന കാഴ്ച കണ്ടു. അതുപോലെ തന്നെ നേരത്തെ തന്നെ CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഏകദേശം തലശ്ശേരി ഭാഗത്താണ് ഒന്നാം റൗണ്ട് വരിക. അതുകൊണ്ട് തന്നെ ഒന്നാം റൗണ്ടിൽ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്ന ഒരു വോട്ട്, ആ വോട്ട് ലഭ്യമായാൽ തന്നെ പിന്നീട് ഇടതുമുന്നണി കടന്നു കയറും എന്നുള്ള ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. എന്തായാലും തലശ്ശേരി ഭാഗത്താണ് എണ്ണാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഒന്നാം റൗണ്ടിൽ 1 മുതൽ 14 വരെ ഉള്ള റൗണ്ടിൽ തലശ്ശേരി ഭാഗമാണ് വരിക. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭാഗമാണ് എന്നുള്ളതാണ്. തലശ്ശേരി മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം അത് ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം റൗണ്ടും രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ കോട്ടയം പോയിൽ ഭാഗമാണ് വരിക. അതും ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ട തന്നെയാണ്. ഈ 2 റൗണ്ടുകൾ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ആത്മവിശ്വാസത്തിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്. വടകര തിരിച്ചുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ടേക്ക് പോകുന്നത്. അത്രയേറെ പ്രചാരണ രംഗത്ത് മുന്നേറിയിരുന്നു എന്നുള്ള കാഴ്ചയും നമ്മൾ കണ്ടതാണ്. വളരെ വിവാദങ്ങളുടെ ഒരു സമയം കൂടിയായിരുന്നു കഴിഞ്ഞുപോയ ഇലക്ഷൻ കാലം. വടകര മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു മണ്ഡലം എന്ന് വേണം പറയാൻ. സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം തന്നെ വിവാദവും അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാക്കി വടകരയെ മാറ്റിയിരുന്നു. ശൈലജ ടീച്ചർ മത്സരരംഗത്തേക്ക് വരുന്നു. അതിനുശേഷം K മുരളീധരൻ മാറുന്നു, ഷാഫി പറമ്പിൽ വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി വടകര മണ്ഡലം മാറിയിരുന്നു. എന്തായാലും ഇന്ന് ഏകദേശം ഒരു 8:30യോടുകൂടി പോസ്റ്റൽ വോട്ടിൻ്റെ വിവരങ്ങൾ അറിയാം. പോസ്റ്റൽ വോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറം ചിലപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറം ജനങ്ങളുടെ മനസ്സാണ്. വോട്ടിംഗ് പല മാനദണ്ഡങ്ങളും അനുസരിച്ച് മാത്രമേ നമുക്ക് ആദ്യഘട്ടം പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഒരു